حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قل أرأيتم ما أنزل الله لكم من رزق فجعلتم منه حراما وحلالا قل الله أذن لكم أم على الله تفترون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത് റളീതു ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ റബ്ബായിട്ട് ഞാൻ തൃപ്തിപ്പെട്ടു എന്നൊരു മനുഷ്യൻ പറയുമ്പോൾ അവൻ്റെ ജീവിതം കൊണ്ടും ആദർശം കൊണ്ടും അവൻ എന്താണ് പ്രഖ്യാപിക്കുന്നത് എന്നാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതിലൊന്നാമത്തേത് ആമൻതു ബില്ലാഹി റബ്ബൻ, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നാണ്. അള്ളാഹുവിനെ റബ്ബായിക്കൊണ്ട് ഞാൻ വിശ്വസിച്ചു. വഖ്തനഅതു ബിഹി റബ്ബൻ വ ഇലാഹൻ, അള്ളാഹുവിനെ റബ്ബായിട്ടും ഇലാഹായിട്ടും ഞാൻ ബോധ്യപ്പെട്ടിരിക്കുന്നു. അള്ളാഹു മാത്രമാണ് എൻ്റെ റബ്ബും എൻ്റെ ഇലാഹും എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു. ഇത്രയാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി അതിൻ്റെ തുടർച്ച എന്ന നിലക്ക് റളീതു ബില്ലാഹി റബ്ബൻ എന്ന് പറഞ്ഞാൽ വസയ്യിദൻ വആമിറൻ വഹാക്കിമൻ,
വഖ്തനഅതു ബിഹി റബ്ബൻ വഇലാഹൻ വസയ്യിദൻ വആമിറൻ വഹാകിമൻ. അല്ലാഹുവിനെ എനിക്ക് റബ്ബായിട്ടും ഇലാഹായിട്ടും ബോധ്യപ്പെട്ടിരിക്കുന്നു. അവിടെ നിർത്തുന്നില്ല. വസയ്യിദൻ, എൻ്റെ യജമാനനായിട്ടും ഞാൻ അല്ലാഹുവിനെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. വആമിറൻ വഹാകിമൻ, എന്നോട് കൽപ്പിക്കാനുള്ള അധികാരമുള്ളവൻ. അതുപോലെ തന്നെ വഹാകിമൻ, എൻ്റെ കാര്യത്തിൽ വിധി കർത്തൃത്വാധികാരമുള്ളവൻ. അതാരാണ്? അല്ലാഹു മാത്രമാണ്. വലൻ അർദാ റബ്ബൻ സിവാഹു, അല്ലാഹുവിനെ അല്ലാതെ ഈ രൂപത്തിൽ മറ്റൊരാളെയും റബ്ബായിട്ട് ഞാൻ തൃപ്തിപ്പെടുകയുമില്ല, ഇനി തൃപ്തിപ്പെടാൻ പോകുന്നുമില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആലയെ സയ്യിദായിട്ടും ആമിറായിട്ടും ഹാക്കിമായിട്ടും കൂടി തൃപ്തിപ്പെടണം. റബ്ബായിട്ടും ഇലാഹായിട്ടും തൃപ്തിപ്പെടുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള, നമുക്കനുഷ്ഠിക്കാനുള്ള നിയമനിർമ്മാണങ്ങളെ സംബന്ധിച്ച് നമ്മോട് സംസാരിക്കാൻ ഏക അധികാരമുള്ളത് ആരാണ്? അള്ളാഹുവിന് മാത്രമാണ്. അവനാണ് എൻ്റെ ജീവിതത്തിൻ്റെ നിയമനിർദ്ദേശങ്ങൾ തീരുമാനിക്കുന്നത്. എനിക്ക് ഹറാമും ഹലാലും നിശ്ചയിക്കുന്നത് അവനാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഹക്കും ബാത്തിലും പഠിപ്പിക്കുന്നത് അവനാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്നോട് കൽപ്പിക്കുന്നത് അവനാണ്. ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് എന്നോട് കൽപ്പിക്കുന്നത് ആരാണ്? എൻ്റെ ആമിറായിട്ടുള്ള, ഹാക്കിമായിട്ടുള്ള, സയ്യിദായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. ഇതാണ് ആ പ്രഖ്യാപനത്തിൻ്റെ മറ്റൊരു വശം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു തആലയാണ് അവൻ്റെ ജീവിതത്തിലെ നിയമനിർമ്മാണങ്ങൾ നടത്തുന്നവൻ, അവൻ്റെ ജീവിതത്തിലെ വിധിവിലക്കുകൾ തീരുമാനിക്കുന്നവൻ, ഹറാമും ഹലാലും തീരുമാനിക്കുന്നവൻ. അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത്, ചെയ്തു കൂടാത്തത്, ഇത് തീരുമാനിക്കുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. ഇത് അല്ലാഹുവിന് പുറമെ മറ്റാരെങ്കിലും ഞാൻ ഇതിനൊരവകാശം വകവെച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അല്ലാഹുവിനോടുള്ള കുഫ്റാണ്, സത്യനിഷേധമാണ് എന്ന് ഒരു വിശ്വാസി കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അല്ലാഹുവാണ് നമ്മുടെ ഹാക്കിം. വിധി, നമ്മുടെ ജീവിതത്തിൽ വിധി നിർത്താധികാരം അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് മാത്രമാണ്. ഞാനിത് പ്രത്യേകം പഠിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഇസ്ലാം പഠിപ്പിച്ച ഒരു ഹാക്കിമിയത്തുണ്ട്. അഥവാ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിക്കാനുള്ള അവകാശത്തെ സംബന്ധിച്ചിട്ടുള്ള ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുള്ള ഒരു മേഖലയുണ്ട്. എന്നാൽ അതേ ഹാക്കിമിയത്ത്, അള്ളാഹുവിൻ്റെ വിധിക്കാനുള്ള അവകാശമെന്ന ഇസ്ലാം പഠിപ്പിച്ച പരികൽപ്പനകൾക്ക് ഉപരിയായിട്ട് വേറെ ഒരു ഹാക്കിമിയത്ത് ചിന്ത ഇപ്പൊ വ്യാപകമായിട്ട് നമുക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് രണ്ടും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു? ഖുർആനും സുന്നത്തും പരിശോധിച്ചാൽ രണ്ട് വിധത്തിലുള്ള ഹാക്കിമിയത്താണ് അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് അനുവദിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിന് ഉണ്ട് എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. ഒന്നാമത്തെ ഹാക്കിമിയത്ത് എന്ന് പറഞ്ഞാൽ അൽ ഹാക്കിമിയത്തു തഖ്വീനിയ്യ എന്ന് പറയും. അഥവാ സൃഷ്ടിപരമായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അധികാര അവകാശം. റബ്ബ് സുബ്ഹാനഹു തആലയാണ് ലോകത്തിൻ്റെ സ്രഷ്ടാവ്. അലാ ലഹുൽ ഖൽഖു വൽ അംറു തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അറിയണം, സൃഷ്ടിപ്പിൻ്റെയും അതുപോലെ തന്നെ തീരുമാനത്തിൻ്റെയും അധികാരം അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്കാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ അത് തീരുമാനിക്കുന്നത് ആര് മാത്രമാണ്? അല്ലാഹ് മാത്രമാണ്. വേറൊരാൾക്കും ഈ പ്രപഞ്ചാധികാരത്തിൽ പങ്കില്ല. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഒരു കാര്യം റബ്ബ് സുബ്ഹാനഹു തആല ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അൻ യഖൂല ലഹു കുൻ, കുൻ എന്നുള്ള പറഞ്ഞാൽ മതി, അത് ഫയകൂൻ, അത് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവും.
അല്ല എന്താണ് ഉദ്ദേശിക്കുന്നത്? കുൻ എന്നൊരു വാക്ക് റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞാൽ അല്ല ഉദ്ദേശിച്ചത് ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കും, ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിൻ്റെ അധികാരസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. ഈ പ്രപഞ്ചത്തിലെ ഒരു അണുവിൻ്റെ കാര്യത്തിൽ പോലും അള്ളാഹുവിന് പുറമെ ഒരു അധികാരമുള്ളവനില്ല എന്ന് വിശ്വസിച്ചോളണം. വഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവസ്തുതിയും. അല്ലദീ ലം യത്തഖിദ വലദ, എങ്ങനെയുള്ള അള്ളാഹു, ലം യത്തഖിദ വലദ, ഒരു മകനെ സ്വീകരിച്ചിട്ടില്ലാത്ത, സന്താനത്തെ സ്വീകരിച്ചിട്ടില്ലാത്ത അള്ളാഹു. വലം യകുല്ലഹു ശരീകും ഫിൽ മുൽക്ക്, അതുപോലെ തന്നെ പങ്കുകാരില്ലാത്ത, രാജാധിപത്യത്തിൽ പങ്കുകാരില്ലാത്ത അള്ളാഹു. ആ അള്ളാഹുവിനാണ് സകല സ്തുതിയുമെന്ന് നബിയെ പറഞ്ഞേക്കുക എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായിൽ ഇങ്ങനെ സൂചിപ്പിക്കണം. ഈ അധികാരം, അള്ളാന്റെ ഈ അധികാരം, ഈ ഹാക്കിമിയത്ത്, ഇതാണ് ഒന്നാമത്തേത്. ഈ ഹാക്കിം അള്ള മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ. ഈ ഭൂലോകത്ത് നടക്കുന്ന ഏതെങ്കിലും പ്രകൃതിപരമോ പ്രാപഞ്ചികമോ ആയിട്ടുള്ള സംവിധാനങ്ങളിൽ അള്ളാഹുവിന് പുറമെ ആർക്കെങ്കിലും നിയന്ത്രണാധികാരമുണ്ട്, ആരെങ്കിലും അതിൻ്റെ രാജാധികാരം കൈയാളുന്നുണ്ട് എന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്, മതത്തിൽ നിന്ന് പുറത്താണ്. യുഖ്രിജു അനിൽ മില്ല, മില്ലത്തിൽ നിന്ന് പുറത്താണ്, മുസ്ലിമല്ല, ഈമാൻ പിന്നെ അവനില്ല. ഇതാണ് ഒന്നാമത്തെ ഹാക്കിമിയത്ത്. ഖുർആൻ പഠിപ്പിച്ചതാണ്, ആയത്തുകൾ ഞാൻ ഓതി വെച്ചത് അതുകൊണ്ടാണ്. ഇനി രണ്ടാമത്തെ ഖുർആൻ പഠിപ്പിച്ച ഹാക്കിമിയത്ത് എന്താ? അത് ഹാക്കിമിയത്തു തശ്രീഇയ്യ എന്ന് പറയും. അഥവാ മതപരമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടത്താനുള്ള അധികാരം. ഹറാമും ഹലാലും നിശ്ചയിക്കാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രമേ ഉള്ളൂ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, അറഅയ്തും മാ അൻസലല്ലാഹു ലക്കും മിർ റിസ്ഖിൻ, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുള്ള ഉപജീവനം, ആ ഉപജീവനം അത് ഫജഅൽതും മിൻഹു ഹറാമൻ വഹലാലൻ, അതിൽ നിന്ന് ചിലതിനെ നിങ്ങൾ ഹറാമാക്കിയിരിക്കുന്നു, ചിലതിനെ നിങ്ങൾ ഹലാലാക്കിയിരിക്കുന്നു. ഖുൽ, നബിയെ അവരോട് ചോദിക്ക്, അല്ലാഹു അദിനലക്കും, അല്ലാഹു അതിന് നിങ്ങൾക്ക് അധികാരം നൽകിയോ? ഹറാമും ഹലാലും മനുഷ്യരുടെ കാര്യത്തിൽ, അവരുടെ റിസ്കിന്റെ കാര്യത്തിൽ തീരുമാനിക്കാൻ അല്ലാഹു നിങ്ങൾക്ക് അധികാരം നൽകിയോ? അം അലല്ലാഹി തഫ്തറൂൻ, അല്ലെങ്കിൽ നിങ്ങൾ അള്ളാന്റെ കാര്യത്തിൽ നിങ്ങൾ കള്ളം പറഞ്ഞുണ്ടാക്കാണോ, നിങ്ങൾക്ക് തോന്നിയത് പറഞ്ഞുണ്ടാക്കാണോ എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല നബിനോട് ചോദിക്കാൻ പറഞ്ഞു. എന്താ? മക്കയിലെ മുശ്രിക്കുകൾ അവർക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? അവരുടേതായ ചില ഹറാമുകളുണ്ട്, അവരുടേതായ ചില ഹലാലുകളുണ്ട്. അല്ലാഹ് ഹറാമു ഹലാലാക്കാത്ത ചില ഹറാമുകൾ ആർക്കുണ്ട്? മക്കയിലെ മുശ്രിക്കുകൾക്കുണ്ട്. അല്ലാഹ് ഹറാമാക്കിയ കാര്യങ്ങൾ മക്കയിലെ മുശ്രിക്കുകൾ ഹലാലാക്കാറുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ചോദിക്കാണ്, അറഅയ്തും, നോക്കുന്നില്ലേ, മാ അൻസലല്ലാഹു ലക്കും മിർ റിസ്ഖിൻ, അല്ലാഹ് നിങ്ങൾക്ക് ഇറക്കി തന്ന ഉപജീവനം, റിസ്ക്, ആ റിസ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? ഫജഅൽതും മിൻഹു ഹറാമൻ വഹലാലൻ, നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ ഹറാമാക്കി, തോന്നിയത് നിങ്ങൾ ഹലാലുമാക്കി. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവന് മാത്രം പെട്ട ഒരു അധികാരത്തെ മക്കയിലെ മുശ്രിക്കുകൾ അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ റബ്ബ് അതിനെപ്പറ്റി ചോദിക്കുകയാണ്. ഇനി വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ കാണാം. അവിടെ യഹൂദ നസാറാക്കളെ പറ്റി പറയുമ്പോൾ, അഹ്ലി കിതാബിനെ പറ്റി പറയുമ്പോൾ അല്ലാഹ് പറഞ്ഞു, ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. ഇത്തഖദു, അവർ സ്വീകരിച്ചു. ആര്? അഹ്ലി കിതാബ് സ്വീകരിച്ച്. എന്താ സ്വീകരിച്ചത്? അഹ്ബാറഹും വറുഹ്ബാനഹും, അവരുടെ പണ്ഡിത പുരോഹിതന്മാരെ, അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അവർ സ്വീകരിച്ചു. അർബാബം മിൻ ദൂനില്ലാ, പടച്ചവന് പുറമെയുള്ള റബ്ബുകളായിട്ട് സ്വീകരിച്ചു. പടച്ചവന് പുറമെ റബ്ബുകളായി സ്വീകരിച്ചു. എന്താ ഈ റബ്ബുകളായി സ്വീകരിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതുവരെ നസാറാക്കളിൽ പെട്ടിരുന്ന അദീ ഇബ്നു ഹാത്തിം എന്ന് പറയുന്ന സ്വഹാബി, അദ്ദേഹം ആ ക്രിസ്ത്യാനിയായിരുന്നു.
അദ്ദേഹം നബിയിൽ നിന്ന് ഈ ആയത്ത് ഇങ്ങനെ ഓതുന്ന കേട്ടു. ഇത്തഖദു അഖ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാ, പടച്ചവന് പുറമെ യഹൂദ നസാറാക്കൾ അഹ്ലു കിതാബ് അല്ലാഹുവിന് പുറമെ പണ്ഡിത പുരോഹിതന്മാരെ റബ്ബുകളായി സ്വീകരിച്ചു എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഫഖുൽതു, അദ്ദേഹം ചോദിച്ചു, ഇന്നാ ലസ്നാ നഅബുദുഹും, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നാ ലസ്നാ നഅബുദുഹും, ഞങ്ങൾ അവരെ ആരാധിക്കാറില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് റബ്ബാക്കി എന്ന് പറഞ്ഞത്? ഞങ്ങളെ പണ്ഡിതന്മാരെ ഞങ്ങൾ ആരാധിക്കാറില്ല, പ്രാർത്ഥിക്കാറില്ല, നേർച്ച വഴിപാടുകൾ ഞങ്ങളെ പണ്ഡിതന്മാർക്ക് ഞങ്ങൾ കൊടുക്കാറില്ല, പിന്നെ എന്തിനാണ് റസൂലെ ഞങ്ങൾ അവരെ റബ്ബാക്കി എന്ന് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത വശം തിരിച്ചു ചോദിച്ചു, അലൈസ യുഹരിമൂന മാ അഹല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല ഹലാലാക്കിയതിനെ ആ പണ്ഡിത പുരോഹിതന്മാർ ഹറാമാക്കി കഴിഞ്ഞാൽ ഫതുഹരിമൂനഹു, നിങ്ങൾ ആ പണ്ഡിതന്മാർ ഹറാമാക്കിയതനുസരിച്ച് നിങ്ങൾ അത് ഹറാമായി സ്വീകരിക്കില്ലേ? വയുഹല്ലൂന മാ ഹറമല്ലാഹ്, അല്ലാഹ് ഹറാമാക്കിയതിനെ ആ പണ്ഡിത പുരോഹിതന്മാർ ഹലാലാക്കി കഴിഞ്ഞാൽ ഫതുഹല്ലൂനഹു, നിങ്ങൾ അതിനെ ഹലാലാക്കില്ലേ? ഖാൽ, ആ സമയത്ത് അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബല, അത് ശരിയാണ് റസൂലേ, ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഖാൽ, റസൂലിന്റെ മറുപടി, ഫതിൽക ഇബാദത്തുഹും, അതാണ് നിങ്ങൾ അവർക്ക് കൊടുത്ത ഇബാദത്ത്. പണ്ഡിത പുരോഹിതന്മാരെ റബ്ബുകളാക്കാൻ ആ പണ്ഡിത പുരോഹിതന്മാർക്ക് നിങ്ങൾ കൊടുത്ത ഇബാദത്ത് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ പന്നിയിറച്ചി അല്ലാഹ് ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പണ്ഡിത പുരോഹിതന്മാർ അത് ഹലാലാക്കിയപ്പോൾ നിങ്ങൾ അത് ഹലാലാക്കി കൊണ്ടു നടന്നില്ലേ? ഇന്നും നമുക്ക് കാണാം അഹ്ലി കിതാബിൽ പ്രത്യേകിച്ചു നസാറാക്കളുടെ കിതാബിലെ നിയമവും അവരുടെ സമുദായം ആചരിക്കുന്ന നിയമവും നിങ്ങൾ പരിശോധിച്ചു നോക്കിക്കോ. കിതാബിൽ ഇന്നും കൈകടത്തിയിട്ടും മലിനമാക്കിയിട്ടും പണ്ഡിത പുരോഹിതന്മാരുടെ കൈകടത്തലുകൾ ഉണ്ടായിട്ടും ആ ഗ്രന്ഥങ്ങളിലെ ഹറാമുകൾ ഇന്നും ആ സൊസൈറ്റി അറിഞ്ഞിട്ട് പോലുമില്ല. ഇന്നും ആ സൊസൈറ്റിക്ക് അറിയാത്ത, ബൈബിളിൽ കിടക്കുന്നു പക്ഷെ ജീവിതത്തിൽ അത് സ്വീകരിക്കാത്ത ഒരു സൊസൈറ്റിയായിട്ട് അവർ പോയി. അവർ അല്ലാഹ് ഹറാമാക്കിയത് മുഴുവൻ ഹലാലാക്കി കൊടുത്തു. പണ്ഡിതന്മാർ അല്ലാഹ് ഹലാലാക്കിയത് അത് ഹറാമാക്കുകയും ചെയ്തു. അല്ലാഹു വിവാഹ ജീവിതത്തെ ഹലാലാക്കി കൊടുത്തു. പക്ഷേ അവരെന്ത് ചെയ്തു? ഹറാമാക്കിയ ജനങ്ങളെ സൃഷ്ടിക്കാൻ തുടങ്ങി. ജനങ്ങളെ കൂട്ടത്തിൽ നിന്ന് കുറച്ചാളുകൾക്ക് വൈവാഹിക ജീവിതം ഹറാമാക്കിയിട്ട് സന്യാസി ജീവിതം അവർ പഠിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു തആല ഹലാലാക്കിയതിനെ ഹറാമാക്കി. അത് ആ ഹറാം പണ്ഡിതന്മാരാക്കിയപ്പോൾ അത് വലിയ പുണ്യകർമ്മവും ദൈവദാസ്യ വേലയുമായിട്ട് കൊണ്ടു നടക്കാണ് ആ സൊസൈറ്റി. ഇതാണ് റബ്ബാക്കി എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് റബ്ബാക്കണമെങ്കിൽ എന്ത് വേണ്ട? അവിടെ ഉള്ള പുരോഹിതനെയും പണ്ഡിതനെയും അയാൾക്ക് ദിവ്യശക്തിയുണ്ടെന്നോ അയാൾ വലിയ ദൈവിക അവതാരമാണെന്നോ ഒന്നും വിശ്വസിക്കണ്ട. അല്ലാഹ് ഹലാലാക്കിയത് ഹറാമാക്കാനുള്ള അവകാശം അയാൾക്കുണ്ടെന്ന് വിശ്വസിച്ചു കൊടുത്താൽ മതി. നിങ്ങൾ റബ്ബുകളാക്കലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെയും ആ ആയത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെയും കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുക. അപ്പൊ രണ്ട് ഹാക്കിമീയത്തെ എന്തിലുള്ളോ? ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുള്ളൂ. ഒന്നാമത്തെ ഹാക്കിമീയത്ത് ഞാൻ പറഞ്ഞതുപോലെ പ്രപഞ്ചാധികാരം ആർക്ക് മാത്രമുള്ളോ? പടച്ചോന് മാത്രമുള്ളൂ. അതിൽ വേറെ ഒരു സൃഷ്ടിക്കും അതിൽ അവകാശമില്ല. രണ്ടാമത്തേത് ഹറാമും ഹലാലും ഉണ്ടാക്കാൻ, മതനിയമ നിർമ്മാണം നടത്താൻ ആർക്ക് മാത്രമേ പറ്റൂ? അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് മാത്രമേ പറ്റൂ, വേറെ ആർക്കും സാധ്യമല്ല. ഇതാണ് ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുള്ള ഹാക്കിമീയത്ത്. ഇനി ഒരു രണ്ടാമത്തെ ഹാക്കിമീയത്ത് ഉണ്ട്. ഇനി പുതുതായി രൂപപ്പെട്ട ഹാക്കിമീയത്ത്. ഇപ്പൊ സൊസൈറ്റിയിൽ വീണ്ടും അതെന്ത് ചെയ്യുന്നു? ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഹാക്കിമീയത്ത് എന്താ? അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമനിർമ്മാണങ്ങൾ മാത്രം പാലിക്കപ്പെടുന്ന ഒരു ഭരണ സംവിധാനത്തെ മാത്രമേ മുസ്ലിം അനുസരിക്കാൻ പാടുള്ളൂ. ഇതാണ് മൂന്നാമത്തെ ഹാക്കിമീയത്ത്. ഈ ഹാക്കിമീയത്ത് ബിദ്അത്താണ്. ഈ ഹാക്കിമീയത്ത് അല്ലാഹുവോ റസൂലോ പഠിപ്പിക്കാത്തതാണ്. ഈ ഹാക്കിമീയത്ത് ലോകത്തിന് ഫിത്നയിലേക്ക് കൈവലിക്കുന്ന ഏർപ്പാടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ആരാണത് പ്രചരിപ്പിക്കുന്നത്? നാട് മുഴുവൻ അത് വീണ്ടും പ്രചരിപ്പിക്കപ്പെടുന്നു. വീണ്ടും പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മുൻപ് അത് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു.
ചരിത്രത്തിൽ എന്നും അത് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. ഹാക്കിമിയത്ത്, ഈ പറഞ്ഞ ബിദ്അയായ ഹാക്കിമിയത്ത്, അല്ലാഹുവോ റസൂലോ പഠിപ്പിക്കാത്ത ഈ മൂന്നാമത്തെ ഹാക്കിമിയത്ത്, അഥവാ ഒരു രാജ്യത്ത് അല്ലാഹുവിൻ്റെ നിയമനിർമ്മാണം അല്ലെങ്കിൽ ഖുർആനും സുന്നത്തും അനുസരിച്ചാണ് ഒരു രാജ്യത്തിൻ്റെ നിയമനിർമ്മാണം മുന്നോട്ട് പോകുന്നത് എങ്കിൽ ആ രാജ്യത്തിനോട് അനുസരണമുള്ളവനായി ജീവിക്കാം. അതല്ല, അള്ളാന്റെ അല്ലാത്ത നിയമനിർമ്മാണങ്ങളാണ് നടക്കുന്നതെങ്കിൽ അതിനോട് വിമുഖനായി, അതിനോട് എതിരായി മാറി നിൽക്കുന്നവനായിട്ട് ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഹാക്കിമിയത്താണ് മൂന്നാമത് ഈ സൊസൈറ്റിയിൽ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ അപകടം എന്താ? അതിൻ്റെ അപകടം, ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് ആ നിയമനിർമ്മാണ സംവിധാനത്തിന് കീഴൊതുങ്ങി ഇവിടുത്തെ നിയമങ്ങൾ, സിവിൽ ക്രിമിനൽ നിയമങ്ങൾ, ആ നിയമങ്ങൾ സ്വീകരിച്ച് ജീവിക്കുവാൻ സാധ്യമല്ലാത്ത ചിന്താഗതിയിലേക്ക് മുസ്ലിം സൊസൈറ്റിനെ കൊണ്ടുപോകും. അതിൻ്റെ സ്വാധീനങ്ങൾ നമുക്ക് കാണാം. നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ചില ആളുകൾ സാമൂഹിക ജീവിതം ഉപേക്ഷിച്ച് മാറി നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കൂടുതൽ ദീൻ വരുമ്പോൾ, കൂടുതൽ സൂക്ഷ്മതയുള്ളവരാകുമ്പോൾ, കൂടുതൽ തഖ്വയുള്ളവരാകുമ്പോൾ അവരിൽ കാണുന്ന മാറ്റം എന്താ? സാമൂഹിക ജീവിതത്തിൽ നിന്ന് അവർ മാറും. അവർ ഒറ്റപ്പെട്ട് ജീവിക്കുക, അവരുടേത് മാത്രമായിട്ടുള്ള ഒരു സ്പേസിലേക്ക് അവർ ഒതുങ്ങും. സൊസൈറ്റിയിൽ മറ്റ് സമൂഹങ്ങളുമായി മിങ്കിൾ ചെയ്യുന്ന സാമൂഹിക രംഗത്ത് നിന്ന് അവർ ഉൾവലിയും. അതുപോലെ തന്നെ അവരുടെ ഉപജീവന മാർഗങ്ങൾ പലപ്പോഴും അവർ വളരെ തുച്ഛമായ ചുരുങ്ങിയ ഉപജീവനങ്ങളിലേക്ക് പോകും. ആ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട ഉപജീവനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. അവർ വലിയ ഉദ്യോഗസ്ഥന്മാരായിട്ട് മാറൂല. അവരെന്ത് ചെയ്യും? ഏറ്റവും താഴെക്കിടയിൽ വല്ല മുസ്ഹഫ് വിൽക്കുകയോ വല്ല പച്ചമരുന്ന് വിൽക്കുകയോ വല്ല അത്തർ വിൽക്കുകയോ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒതുങ്ങി പോകുന്ന ആളുകളെ നമുക്ക് കാണാം. എന്തിൻ്റെ കാരണം? ഹാക്കിമിയത്താണ്. ഈ മൂന്നാമത്തെ ഹാക്കിമിയത്ത് ചിന്തയാണ്. എന്തുകൊണ്ട്? അറബ് ലോകത്ത് പച്ചമരുന്ന് വിൽക്കുന്ന ആളുകളെ കാണാം. വലിയ ഉദ്യോഗസ്ഥന്മാരായിരുന്ന ആളുകൾ, എഞ്ചിനീയർമാരും ഡോക്ടർമാരുമായിരുന്ന ആളുകൾ, അവരൊരു സുപ്രഭാതത്തിൽ അതൊക്കെ ഉപേക്ഷിക്കുകയാണ്. എന്നിട്ട് മുസ്ഹഫ് വിൽക്കാനിരിക്കുകയാണ്, അല്ലെങ്കിൽ പച്ചമരുന്ന് വിൽക്കാനിരിക്കുകയാണ്. അറബ് ലോകത്ത് പണ്ഡിതന്മാർ ഇതിനെതിരെ അതിശക്തമായിട്ട് മുസ്ലിം സൊസൈറ്റി അവിടെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഈ പച്ചമരുന്ന്? അവിടെ പച്ചമരുന്നാണ്, ഇവിടാണ് അത്തർ. നമ്മുടെ നാട്ടിൽ അത്തർ, അവിടെ പച്ചമരുന്ന്. ഈ പച്ചമരുന്ന് വ്യാപാരം അത് മോശമായിട്ടല്ല, പക്ഷെ എന്താണ് ഇതിൻ്റെ പിന്നിലത്തെ ചേതോവികാരം? ഇതിൻ്റെ പിന്നിലെ ചേതോവികാരം സൊസൈറ്റിയിൽ നിന്ന് ഞാൻ അതുമായി മിങ്കിൾ ചെയ്യുന്ന ഒരു ഉപജീവന മാർഗം എനിക്ക് സാധ്യമല്ല. മറിച്ച് ഞാൻ മാത്രം, എന്നിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു റിസ്ക് മാത്രം ഉദ്ദേശിക്കുക. സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങുമ്പോൾ സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളിലെയും ഒരു ഓഹരി അതിൽ പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് ആ ഓഹരി എനിക്ക് ഹറാമായത് ഹലാലായതുണ്ട്, അതൊന്നും എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാക്സിമം എൻ്റെ ഉപജീവന മാർഗം എത്ര സമൂഹത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്നുവോ അത്രയും പരിശുദ്ധാകും, എത്ര സമൂഹത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നുവോ അത്രയും അത് ഹറാമ് കലരും എന്ന ഒരു ധാരണ അവരുടെ മനസ്സിലേക്ക് വരികയാണ്. നമ്മളെല്ലാം കൂടി ഈ തഖ്വ ഈ തഖ്വ സ്വീകരിച്ചിരുന്നെങ്കിൽ എന്തായേനെ? ഈ ഉമ്മത്ത് മൊത്തം നമുക്ക് മൊത്തം അത്തർ വിൽക്കാം, നമുക്ക് മൊത്തം പച്ചമരുന്ന് വിൽക്കാം, മൊത്തം മുസ്ഹഫ് വിൽക്കാം. അപ്പോൾ ഈ സൊസൈറ്റിയിൽ ഡോക്ടർ ഉണ്ടാവരുത്, എഞ്ചിനീയർ ഉണ്ടാവരുത്, പോലീസുകാരൻ ഉണ്ടാകരുത്, ജഡ്ജി ഉണ്ടാകരുത്, വക്കീൽ ഉണ്ടാകരുത്, മന്ത്രി ഉണ്ടാകരുത്. നമുക്ക് ഈ സൊസൈറ്റിക്ക് ആകപ്പാടെ അത്ര കച്ചവടത്തിന് മാത്രമായിട്ട് ഒഴിഞ്ഞിരിക്കാം. എങ്ങനെ ഉണ്ടാവും ഈ സൊസൈറ്റിൻ്റെ വളർച്ച? നിങ്ങൾ ആലോചിച്ചൊക്കെ, എങ്ങനെ ഉണ്ടാകും ഈ സൊസൈറ്റിൻ്റെ വളർച്ച? എങ്ങനെ ഉണ്ടാവും ഈ സൊസൈറ്റിൻ്റെ നിലയും വിലയും? ഈ സമൂഹം എങ്ങനെയായിരിക്കും സൊസൈറ്റിനെ കാണാം? ഇത്രക്കും നമ്മൾ ആലോചിക്കും, കേരളത്തിലെ മുസ്ലിമീങ്ങൾ കൈവരിച്ച സാംസ്കാരികമായ, വിദ്യാഭ്യാസപരമായ, സാമ്പത്തികമായിട്ടുള്ള വളർച്ച ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലില്ല. നിങ്ങൾ ആലോചിക്കണേ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലില്ല. കേരളത്തിലെ മുസ്ലിങ്ങൾ സാംശീകരിച്ചെടുത്ത, അവർ കരഗതമാക്കിയിട്ടുള്ള വിദ്യാഭ്യാസപരമാകട്ടെ, സാമ്പത്തികമാകട്ടെ, സാംസ്കാരികമാകട്ടെ, ഈ സൊസൈറ്റിയിൽ നമ്മുടെ ശബ്ദത്തിന് ഒരു വാല്യൂ ഉണ്ട്. മറ്റിടത്തോ? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ മുസ്ലിമീങ്ങളെ ചെരിപോരങ്ങളിൽ
പട്ടിയെ കൊല്ലുന്നത് പോലെ ചല്ലിക്കൊന്നിട്ട്, നിങ്ങൾ ആലോചിച്ച്, ഇന്ത്യയിലെ വലിയ ചർച്ച എന്തായിരുന്നു അറിയോ? ഇന്ത്യയിലെ വലിയ ചർച്ച ഒരു മനുഷ്യനെ പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ. അയാളുടെ വീട്ടിൽ ബീഫുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനെ അടിച്ചു കൊല്ലുമ്പോ, അഖ്ലാഖ് എന്ന പേരുള്ള മനുഷ്യനെ അടിച്ചു കൊല്ലുമ്പോ ഇന്ത്യയിലെ മീഡിയകൾ ചർച്ച ചെയ്തത് എന്താണെന്നറിയോ? ഒരു മനുഷ്യനെ ഇതിന്റെ പേര് തല്ലിക്കൊന്നതിന്റെ പ്രശ്നമല്ല ഇന്ത്യയിലെ മീഡിയകൾ ചർച്ച ചെയ്തത്, മറിച്ച് അത് മാട്ടിറച്ചിയായിരുന്നു. നമ്മൾ തെറ്റിദ്ധരിച്ചു, അത് ആട്ടിറച്ചിയായിരുന്നു, നമ്മൾ മാട്ടിറച്ചിന്ന് തെറ്റിദ്ധരിച്ചു. അത് എന്തായിരുന്നു? മട്ടനായിരുന്നു, പക്ഷെ നമ്മൾ ബീഫാണെന്ന് തെറ്റിദ്ധരിച്ചു എന്ന്. ആ ഇറച്ചി കൊണ്ടുപോയി പോലീസുകാർ ലാബിൽ ചെക്ക് ചെയ്തിട്ട് ബീഫാണോ ആടാണോ മട്ടനാണോ എന്ന് തീരുമാനിക്കുന്ന തിരക്കിലായിരുന്നു ഇന്ത്യ. നിങ്ങൾ മനസ്സിലാക്കണം, ആ മനുഷ്യന്റെ ഒരു പട്ടിന്റെ വില ആ മനുഷ്യന്റെ ജീവിതത്തിന് കൽപ്പിച്ചിട്ടുണ്ടോ? എന്തേ അതിന് കാരണം? കേരളത്തിൽ അങ്ങനെ ഒന്ന് നടന്നാൽ, നിങ്ങൾ ആലോചിക്ക്, കേരളത്തിൽ അങ്ങനെ ഒന്ന് നടന്നാൽ അത് ചോദിക്കാനും ചോദ്യം ചെയ്യാനും ആളുണ്ട്, അർത്ഥമുണ്ട്. കാരണം മുസ്ലിം സൊസൈറ്റിയുടെ ശബ്ദത്തിന് ഇവിടെ ഖനമുണ്ട്. ഈ മനുഷ്യന്മാരുടെ തഖ്വയനുസരിച്ച് ഒറ്റ കൊല്ലം നമ്മൾ തീരുമാനം മതി, നമ്മൾ മൊത്തം അത്ര കച്ചവടക്കാരാവാൻ പോവാണ്, നമ്മൾ മൊത്തം പച്ചമരുന്ന് കച്ചവടക്കാരാവാൻ പോവാണ്. നമുക്കിനി ഡോക്ടേഴ്സ് വേണ്ട, എഞ്ചിനീയേഴ്സ് വേണ്ട, കൂട്ടത്തിൽ നിന്ന് പോലീസുകാരൻ വേണ്ട, രാഷ്ട്രീയക്കാരൻ വേണ്ട, ഒന്നും വേണ്ട. നമ്മൾ സൂക്ഷ്മത, പ്യൂരിറ്റി കാത്തു സൂക്ഷിച്ചിട്ട് മുസ്ഹഫ് കച്ചവടത്തിന് പോവാണെന്ന് ഇന്ന് ഈ സൊസൈറ്റി ഒന്നടങ്കം തീരുമാനിച്ചാൽ അഖ്ലാഖുമാർ ഈ കേരളത്തിൽ തല്ലിക്കൊല്ലപ്പെടും. ഉത്തരേന്ത്യയിൽ മാത്രമല്ല, ഇവിടെ തല്ലിക്കൊല്ലും. വോയിസിന് പിന്നെ വില ഉണ്ടാവൂല, നമ്മളൊരു പട്ടിയുടെ വില ഉണ്ടാവൂല നമ്മുടെ ജീവന്. നമ്മൾ കണ്ടതല്ലേ, ഒരു രാജ്യത്തിന്റെ 2 അതിരിന്റെ അപ്പുറവും ഇപ്പുറവും ഒരു മനുഷ്യർക്ക് പട്ടിയുടെ വിലയില്ലാത്ത മനുഷ്യർ ഇന്നും തല്ലിക്കൊന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഇന്നും തല്ലിക്കൊന്നുകൊണ്ടിരിക്കുക. അവരൊരു മൃഗത്തെ കടത്തിയാൽ മതി, അപ്പൊ അതിൻ്റെ മേൽ പ്രശ്നങ്ങളാണ്, അടിച്ചു കൊല്ലലാണ്. ഇപ്പുറത്തോ, ഈ അതിർത്തിക്ക് ഇപ്പുറത്തോ ഇന്ന് വരെ കേരളത്തിൽ ബീഫ് കഴിച്ചു എന്ന് പറഞ്ഞിട്ടൊരു മുസ്ലിമിന്റെ നേരെ ചെല്ലാൻ പറ്റുന്നുണ്ടോ? എന്തുകൊണ്ട് അതിന് സാധിക്കുന്നില്ല? കേരളത്തിലെ മുസ്ലിം സൊസൈറ്റി സ്വീകരിച്ചിട്ടുള്ള സാമൂഹിക ജീവിതത്തിന്റെ ആ ഔന്നത്യം കൊണ്ട് മാത്രമാണ്. സാമൂഹിക ജീവിതത്തിന്റെ ഔന്നത്യം കൊണ്ട് അതിങ്ങനെ പറ്റ തകർക്കുന്ന ചിന്താഗതി. നിങ്ങൾ ആലോചിച്ചോക്ക്, ഈ ഹാക്കിമിയത്ത് വാദം ആരാണ് ആദ്യം കൊണ്ടുവന്നതെന്നറിയോ? ചരിത്രം നമ്മൾ പഠിച്ചാൽ ആദ്യം ഈ പറഞ്ഞ പടച്ചോന്റെ വിധിക്കാനുള്ള അവകാശം അല്ലാഹ്ക്ക് മാത്രമാണ് എന്ന ഈ ചിന്തയുമായിട്ട് അവർ പറയുന്ന വ്യാഖ്യാനത്തിലൂടെ ആദ്യമായി ചരിത്രത്തിൽ ഹാക്കിമിയത്ത് തിയറി കൊണ്ടുവന്നത് ഖവാരിജുകളാണെന്ന് നമുക്ക് കാണാം. എവിടെ വെച്ച്? സിഫീൻ യുദ്ധം നടക്കുമ്പോൾ. സിഫീൻ യുദ്ധം നമുക്കെല്ലാം അറിയാലോ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ഘാതകരെ ഉടനെ പിടികൂടണമെന്ന് മുആവിയ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ടു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു ഭരണം ഏറ്റെടുത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇപ്പോ ഈ കലുഷിതമായ രാഷ്ട്രീയ അന്തരീക്ഷം അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ഘാതകരെ പിടിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കുറെ തിരിച്ചടികൾ സൊസൈറ്റിയിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പുറത്ത് പറഞ്ഞു, അല്ല, ഇത് പിടികൂടിയേ പറ്റൂ, ഉടനെ അവരെ പിടിക്കണം. ഈ തർക്കം ചെന്ന് അവസാനം മുസ്ലിം സൊസൈറ്റി പരസ്പരം യുദ്ധം ചെയ്യുന്ന അവസ്ഥയുണ്ടായി. മുആവിയ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം അന്ന് സിറിയയിലെ ഗവർണറാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യവും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യവും സിഫീൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അവർ ഏറ്റുമുട്ടി. ആ സ്ഥലത്ത് വെച്ച് ഏറ്റുമുട്ടി യുദ്ധം കൊടുമ്പിരി കൊണ്ട സമയത്ത് മുആവിയ റളിയല്ലാഹുവിന്റെ പക്ഷം പരാജയപ്പെടാൻ തുടങ്ങിയപ്പോൾ മുആവിയ റളിയല്ലാഹുവിന്റെ സൈന്യം ഖുർആൻ ഇങ്ങനെ ഉയർത്തിക്കാട്ടി. ചില നിവേദനങ്ങളിൽ കുന്തത്തിൽ കുത്തിയുയർത്തിയുന്നുണ്ട്. ആ നിവേദനങ്ങൾ ശരിയല്ല, അത് ലഈഫായ നിവേദനങ്ങളാണ്. കൈകളിലാണ് അവർ ഉയർത്തിപ്പിടിച്ചത്. കൈകളിൽ ഉയർത്തിപ്പിടിച്ചിട്ട് അവർ പറഞ്ഞു, നമുക്കിടയിലെ പ്രശ്നം ഖുർആൻ കൊണ്ട് വിധിക്കാം, വിധി ഖുർആനിലേക്ക് മടക്കാമെന്ന് അവർ പറഞ്ഞു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു സമ്മതിച്ചു. അങ്ങനെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ ഹാക്കിമായിട്ട് മധ്യസ്ഥനായിട്ട് ആര് വന്നു? അദ്ദേഹത്തിന്റെ ഹാക്കിമായിക്കൊണ്ട് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹുവിന്റെ മധ്യസ്ഥനായിക്കൊണ്ട് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവും വന്നു. ഇവരെ രണ്ടുപേരും
ഇരുന്ന് മധ്യസ്ഥത തീരുമാനിക്കാൻ നിശ്ചയിച്ചു. ഇവരുടെ വിധി അംഗീകരിക്കാൻ തീരുമാനിച്ചു. ആ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിന് സൈന്യത്തിൽ നിന്ന് ഒരു വിഭാഗം വരുന്നു. ശരിയല്ല, ലാ ഹുക്മ ഇല്ലാ ലില്ലാഹ്, അല്ലാഹുവിനല്ലാതെ വിധിക്കാനുള്ള അവകാശമില്ല, അല്ലാഹുവിനല്ലാതെ വിധിക്കാനുള്ള അവകാശമില്ല എന്ന വിഷയം അവർ കൊണ്ടുവന്നു. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തോതിയിട്ട് അവർ പറഞ്ഞു അല്ലാഹുവിനാണ് വിധിക്കുവാനുള്ള അവകാശം. ഇവിടെ അലി പിന്നെ അബൂ മൂസൽ അശ്അരിക്കും മുആവിയ അംർ ബിൻ ആസിനും വിധിക്കാനുള്ള അവകാശം കൊടുത്ത് കാഫിറായിരിക്കുന്നു. അതുകൊണ്ട് ഈ ആളുകൾ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് പടച്ചോന്റെ നിയമനിർമ്മാണത്തിനെ സംബന്ധിച്ച് ഹാക്കിമിയത്തിനെ സംബന്ധിച്ച് സംസാരിച്ചുകൊണ്ട് ഒരു വിഭാഗം കടന്നു. അതാണ് ഖവാരിജുകൾ എന്ന് പറയുന്നത്. അവരുണ്ടാക്കിയ നാശം എന്താണ്, സൊസൈറ്റിയിൽ അവർ ഉണ്ടാക്കിയ നാശം എന്താണ് എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. സൊസൈറ്റിയിൽ അവരുണ്ടാക്കിയ നാശം അവസാനം ചെന്നെത്തിയത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുന്നതിലേക്കാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിനെ കൊല്ലുന്നതിലേക്കാണ്. അബ്ദുറഹ്മാൻ ബിൻ മുൽജം എന്ന് പറയുന്ന ഖാരിജ്, അയാൾ സുബഹി നമസ്കാരത്തിന് പള്ളിയിലേക്ക് ചെന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിനെ വിഷം പുരട്ടിയ വാളുമായി ഒളിഞ്ഞിരുന്നിട്ട് അദ്ദേഹത്തിന്റെ നെറുകയിലേക്ക് വെട്ടിയതാണ്. ആ വെട്ടുന്ന സമയത്ത് ആ മനുഷ്യൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ലില്ലാഹിൽ ഹുക്മു യാ അലി ലാ ലക വലാ അസ്ഹാബിക്. അവരും നിലപാട് നിങ്ങൾ ആലോചിക്കൂ. അലി ഇബ്നു അബീ ത്വാലിബിന്റെ നെറുകയിലേക്ക് വിഷം പുരട്ടിയ വാള് കൊണ്ട് വെട്ടുന്ന സമയത്ത് അയാൾ വിളിച്ചു പറയാ, ലില്ലാഹിൽ ഹുക്മു യാ അലി, അലിയെ നീ മനസ്സിലാക്കിക്കോ, അല്ലാഹ്ക്ക് മാത്രമാണ് വിധിക്കാനുള്ള അവകാശം, ലാ ലക നിനക്കില്ല, വലാ ലി അസ്ഹാബിക നിന്റെ സഹാബിമാർക്കും ഇല്ലട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ആ ഹാക്കിമിയത്ത് വാദം പറഞ്ഞിട്ടാണ് അലി ഇബ്നു അബീ ത്വാലിബിന്റെ റളിയല്ലാഹു അൻഹു അയാൾ കൊന്നുകളഞ്ഞത്. ചരിത്രത്തിൽ ഈ ഹാക്കിമിയത്ത് ഉണ്ടാക്കി വെക്കുന്ന, ഈ പുത്തൻ ഹാക്കിമിയത്ത് ഉണ്ടാക്കി വെക്കുന്ന അപകടം നമുക്കറിയാം. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണ് പിന്നെ മുസ്ലിം സൊസൈറ്റി ഇത് കേൾക്കാൻ തുടങ്ങിയത്. അന്ന് പറഞ്ഞത് എന്താ? ജനാധിപത്യത്തെ അംഗീകരിക്കാൻ പറ്റൂല, മതേതരത്വത്തെ അംഗീകരിക്കാൻ പറ്റൂല, ജനാധിപത്യം അള്ളാന്റെ നിയമമല്ല, മതേതരത്വം അള്ളാന്റെ നിയമമല്ല, അതുകൊണ്ട് അതിനെ അനുസരിച്ചാൽ, അതിനെ അംഗീകരിച്ചാൽ, അതിൻ്റെ കീഴിൽ നിലകൊണ്ടാൽ, അതിൻ്റെ ഉദ്യോഗങ്ങൾ വഹിച്ചാൽ, അതിൻ്റെ പിന്നെ സാമൂഹികമായിട്ടുള്ള തണലുകൾ തേടിയാൽ അത് അള്ളാന്റെ അവകാശത്തിനെതിരെ മറ്റുള്ള ആളുകളെ സഹായിക്കലാണ്, സഹകരിക്കലാണ് എന്ന വാദം പിന്നെ മുസ്ലിം സൊസൈറ്റിയിൽ വ്യാപകമായിട്ട് നമ്മൾ കാണുന്നത് ആ സമയത്താണ്. നിങ്ങൾ ആലോചിക്കും, ഇന്നിപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മളെ പ്രായമുള്ളവർക്കൊന്നും ഇത് മനസ്സിലാവണമെന്നില്ല. മറിച്ച് പുതിയ തലമുറയോട് ചോദിക്കൂ. പുതിയ തലമുറ നിരന്തരം കേൾക്കുന്ന ഫിത്നകളിൽപ്പെട്ടതാണിത്. പുതിയ തലമുറ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക. ചില മുഫ്തിമാരുണ്ട്, ഇൻസ്റ്റഗ്രാം മുഫ്തിമാരുണ്ട്, അവർ നിരന്തരം ഹാക്കിമിയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് ഇതിൻ്റെ പൊതുരംഗങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല, അവിടെ ഹറാമാണ്, നമ്മൾ ഒതുങ്ങിപ്പോയേക്കണം, താഴ്ന്നു പോയേക്കണം എന്ന് പഠിപ്പിക്കുന്ന ഈ ഇവിടുത്തെ നിയമനിർമ്മാണങ്ങൾ കുഫറാണ്, ജനാധിപത്യം കുഫറാണ്, ഡെമോക്രസി കുഫറാണ്, അതുപോലെ സെക്യുലറിസം കുഫറാണ്, അതിനംഗീകരിക്കാനും അനുസരിക്കാനും പറ്റൂല എന്ന് പഠിപ്പിക്കുന്ന പിന്നെ വയലുകൾ ഇൻസ്റ്റഗ്രാം ബേസ് ചെയ്ത് പുതിയ തലമുറ ന്യൂജനെ ഇങ്ങനെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുക. ആലോചിച്ച് നോക്കൂ, നമ്മൾ ചെറുക്കണം, പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികൾക്ക്. ഇത് അതിവാദാണ്. ഖവാരിജുകൾ കൊണ്ടുവന്ന ഹാക്കിമിയത്ത് പോലത്തെ അതിവാദമാണ്. വിശുദ്ധ ഖുർആൻ ഒരൊറ്റ നിലപാടേ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. എന്താ? ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിറൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറുഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ജനാധിപത്യത്തിനോടാകട്ടെ, ഡെമോക്രസിനോടാകട്ടെ, മുതലാളിത്തത്തിനോടാകട്ടെ, കമ്മ്യൂണിസത്തിനോടാകട്ടെ, എല്ലാ ഇസങ്ങളോടാകട്ടെ, എല്ലാ വ്യക്തികളോടാകട്ടെ, എല്ലാ സാമൂഹിക ക്രമങ്ങളോടാകട്ടെ, വിശുദ്ധ ഖുർആൻ വിശ്വാസിന്റെ നിലപാട് പഠിപ്പിച്ചത് എന്താ? ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ. മതത്തിന്റെ പേരിൽ നിങ്ങളെ പുറത്താക്കാത്ത ആളുകൾ, മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത ആളുകൾ, വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും,
അതിൻ്റെ പേരിൽ മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ നിങ്ങളെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്ത ആളുകൾ, മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരാത്ത ആളുകൾ, മാന്യമായിട്ട് നിങ്ങളോട് പെരുമാറുന്ന ആളുകൾ, അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം, നിങ്ങൾ അവരോട് ബിർറ് കാണിക്കുന്നതും ഖിസ്ത് കാണിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിക്കുന്നില്ല. നിങ്ങൾ അവരോട് പുണ്യം ചെയ്യുന്നതും നീതി ചെയ്യുന്നതും അല്ലാഹു വിരോധിക്കുന്നില്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നീതിമാന്മാരായ ആളുകളെ ഇഷ്ടപ്പെടുന്നു. ഇതാണ് നിലപാട്. ജനാധിപത്യത്തിനോടുള്ള നിലപാടെന്താ? ജനാധിപത്യം നമ്മളെ വീടുകളിൽ നിന്ന് പുറത്താക്കുന്നുണ്ടോ? ജനാധിപത്യം മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ നമ്മളെ കൊല്ലുന്നുണ്ടോ? കൊല്ലുന്നില്ലെങ്കിൽ, വീടുകളിൽ നിന്ന് പുറത്താക്കുന്നില്ലെങ്കിൽ അതിനോട് അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം, അതിനോട് എന്ത് നിലപാട് സ്വീകരിക്കുക? ബിറിന്റെ പുണ്യത്തിന്റെ നിലപാട് സ്വീകരിക്കുക, ഖിസ്തിന്റെ നീതിയുടെ നിലപാട് സ്വീകരിക്കുക. ഇതാ വിശുദ്ധ ഖുർആൻ എല്ലാവരുമായിട്ടും ഈ ഒരു സൊസൈറ്റി എന്ന നിലക്കും വ്യക്തി എന്ന നിലക്കും ഈ ഉമ്മത്ത് മറ്റുള്ളവരോട് സ്വീകരിക്കുന്ന നിലപാട് ഇതാണ്. അത് വ്യക്തിനോടാകാം, അത് സൊസൈറ്റിനോടാകാം, അത് സാമൂഹിക ക്രമത്തിനോടാകാം, അത് ഇസങ്ങളോടാകാം. നമ്മളോട് ശത്രുതയില്ലാത്ത, നമ്മുടെ നാശം ആഗ്രഹിക്കാത്ത ആളുകളോട് അനീതിയില്ല, അക്രമമില്ല, അവരോട് പിന്നെ ബന്ധവിച്ഛേദനമില്ല, ചേർന്ന് നിൽക്കലാണ് വിശ്വാസിക്ക് ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ട് പുതിയ തലമുറയെ ഈ ബിദ്ഇയായ ഹാക്കിമിയ ചിന്തയിൽ നിന്ന്, ഈ ബിദ്ഇയായ നിയമനിർമ്മാണത്തിനുള്ള പരമാധികാരം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അതിതാ ഇവിടെ അള്ളാഹുടെ അധികാരം മാറ്റിവെച്ചിട്ട് ജനാധിപത്യവും മതേതരത്വവും ഒക്കെ അവരുടെ നിയമങ്ങളാണ് നടപ്പാക്കുന്നത്. അള്ളാഹിന്റെ നിയമത്തിലുള്ളത് എന്താ? കട്ടവന്റെ കൈവെട്ടണമെന്ന്. ഇവിടെ നിയമത്തിലുള്ളത് എന്താ? ജയിലാണ്. അള്ളാഹിന്റെ നിയമം എന്താ? വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലണമെന്ന്. ഇവിടുത്തെ നിയമം എന്താ? വ്യഭിചാരം സ്വതന്ത്രമാണ് എന്ന് പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ആളുകളുടെ മനസ്സിൽ പിന്നെ സംശയങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ ഭരണ സംവിധാനത്തിനെതിരെ ഉള്ള ഒരു ടീമാക്കി മാറ്റാൻ നമ്മുടെ മക്കളെ, പുതിയ തലമുറയെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ സൊസൈറ്റിയിലുണ്ട് എന്നത് ഗൗരവത്തോടെ നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കണം. നിരന്തരമായി ആ ആളുകൾ തൊടുത്തുവിടുന്ന ഫിത്നയെ പ്രതിരോധിക്കണം. അതിനെതിരെ നമ്മുടെ മക്കൾക്ക് കൃത്യമായിട്ടുള്ള അവബോധം നൽകിക്കൊണ്ടിരിക്കണം. ഇവർ പറയുന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ല, ഖവാരിജുകൾ എടുത്ത നിലപാടിന് സമാനമാണ് എന്ന് ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ ഫിത്നയിൽ നിന്നും നമ്മളെയും നമ്മുടെ സമൂഹത്തെയും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഈ വരുന്ന ഏപ്രിൽ 30 മുതൽ മെയ് 5 വരെ ജാമിയ ബുസ്താൻ ഉലൂമിൻ്റെ മികച്ച ഒരു സമ്മർ ക്യാമ്പ് കോമ്പസ് എന്ന പേരിൽ നടക്കുകയാണ്. വിവിധ വിഷയങ്ങൾ, ഞാൻ ഈ സൂചിപ്പിച്ചതുപോലത്തതും അതല്ലാത്തതുമായിട്ടുള്ള പുതിയ തലമുറയെ ദീനിൽ നിന്ന് വഴിതെറ്റിക്കുന്ന ചിന്താഗതികൾ, അത് ലിബറൽ സൈഡിൽ നിന്നാകട്ടെ, അത് സെക്യുലർ സൈഡിൽ നിന്നാകട്ടെ, അതല്ലെങ്കിൽ ഇതുപോലത്തെ കൾട്ടുകളിൽ നിന്നുള്ളതാകട്ടെ, എല്ലാ തരത്തിലും ആധുനിക തലമുറയെ ഇസ്ലാമിക വിരുദ്ധമായ പാതയിലേക്കും ഇസ്ലാമിനെ പറ്റിയൊരു സംശയവും ഒരു അകൽച്ചയും സൃഷ്ടിക്കുന്ന പിന്നെ ഇത്തരം പ്രചരണങ്ങൾക്കൊക്കെ എതിരെ കൃത്യമായ ബോധവൽക്കരണം കൊടുക്കുന്നതിന് വേണ്ടി സംഘടിപ്പിക്കുന്ന മികച്ചൊരു സമ്മർ ക്യാമ്പാണ് പിന്നെ കൊടുങ്ങല്ലൂർ SM പുരത്തുള്ള പാർലക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നടക്കുന്നത്. അത് ചെറിയൊരു സംവിധാനമല്ല, മറിച്ച് അത്യാവശ്യം എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള മികച്ച ഒരു വൈബ് ക്രിയേറ്റുള്ള ഒരു പിന്നെ താമസ സൗകര്യത്തോടു കൂടിയിട്ടാണ് അവിടെ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലെ വിവിധ വിഷയങ്ങളിൽ അവഗാഹമുള്ള, ഓരോ വിഷയങ്ങളും ഫോക്കസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഗവേഷണ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരും പ്രബോധകന്മാരുമൊക്കെ അവർ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ വലിയ ക്ലാസുകൾ നമ്മുടെ കുട്ടികൾക്ക് നൽകാനാണ് ഈ പദ്ധതി ഇട്ടിട്ടുള്ളത്. 13 വയസ്സിനും 19 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന ക്യാമ്പുള്ളത്. 19 മുകളിൽ അല്പമൊക്കെ കൂടിയാലും
കുഴപ്പമുള്ളതല്ല. പക്ഷേ നമ്മുടെ മക്കൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം, കുട്ടികൾക്ക് ദീനിനെ പറ്റിയിട്ട് കൃത്യമായ ബോധം ഉണ്ടാകുക, അതിനോടൊരു കോംപ്ലക്സ് ഇല്ലാതെ, ഒരു അപഹർഷബോധം ഇല്ലാതെ മതത്തെ സ്വീകരിക്കാനും കൊണ്ടു നടക്കാനും ആചരിക്കാനുമുള്ള ഒരു വലിയ കോൺഫിഡൻസ് മക്കൾക്ക് നൽകാനും വലിയ ഇൽമ മക്കൾക്ക് നൽകാനും അതുപോലെ തന്നെ പുതിയ കാലത്തിൻ്റെ വഴികേടുകളിൽ അവർ പെട്ടുപോകാതിരിക്കാനും കൃത്യമായ ദിശ നൽകുന്ന കോമ്പസ് എന്ന് പറയുന്ന ഈ സമ്മർ ക്യാമ്പിലേക്ക് നിങ്ങളുടെ മക്കളെ എല്ലാം ഈ പറഞ്ഞ പ്രായത്തിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകമായ താമസ സൗകര്യത്തോടെയും പ്രത്യേകമായിട്ടുള്ള സെഷനുകളിലൂടെയും നടക്കുന്നൊരു പ്രോഗ്രാമാണ്. ഇൻഷാ അല്ലാഹ് 6 ദിവസം അവിടെ താമസിച്ച് കൃത്യമായിട്ട് ദീനിൻ്റെ A to Z കാര്യങ്ങൾ, വിശിഷ്യ അവരുടെ ഈ കാലഘട്ടത്തിൽ അവർ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ മക്കൾക്ക് രാവും പകലും ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മികച്ച സമ്മർ ക്യാമ്പാണ് നടക്കാനിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും അതിനുവേണ്ടി, അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങളെ മക്കൾക്ക് വേണ്ടിയിട്ട് ക്യാമ്പ് പറയുന്ന സമ്മർ ക്യാമ്പിൽ ഒരു സീറ്റ് ബുക്ക് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ ചുരുങ്ങിയ സീറ്റുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ മക്കളെ അവിടേക്ക് കൊണ്ടുപോവുക. ഇൻഷാ അല്ലാഹ് പുറത്ത് പിന്നെ അതിൻ്റെ നോട്ടീസുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോർഡിൽ അതിൻ്റെ നോട്ടീസിൽ വിവരങ്ങൾ വച്ചിട്ടുണ്ട്. അതിൽ കോൺടാക്റ്റ് നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മക്കളുടെ സീറ്റുകൾ നിങ്ങൾ ഉറപ്പിക്കുക. ആ 6 ദിവസത്തെ രാപ്പകൽ താമസിച്ച് വളരെ കൃത്യമായി ദീനിനെപ്പറ്റി പഠിപ്പിക്കപ്പെടുന്ന ഒരു കേന്ദ്രമാണ്, ഒരു സമ്മർ ക്യാമ്പാണ് നടക്കുന്നത്. വളരെ വലിയ വിപുലമായ അറിവ് അവർക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. ഒരുപക്ഷെ ഇതുവരെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമുക്ക് കഴിയാത്ത പല അറിവുകളും അവിടെ കൊടുക്കപ്പെടും ഇൻഷാ അല്ലാഹ്. എല്ലാവരും അതിന് ഗൗരവത്തിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ ഫിത്നയിൽ നിന്നും, ഫസാദിൽ നിന്നും, എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സമൂഹത്തെയും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഒന്നൊഴിയാതെ റബ്ബ് സുബ്ഹാനഹു തആല മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരൊറ്റ തിന്മയുടെയും പാപക്കറകൾ നിലനിൽക്കാത്ത വിധത്തിൽ അല്ലാഹു അത് ശുദ്ധീകരിക്കുകയും നമ്മുടെ തൗബകൾ സ്വീകരിക്കുകയും നമ്മുടെ ഇസ്തിഗ്ഫാറുകൾക്ക് അല്ലാഹു ഉത്തരം നൽകുകയും ചെയ്യുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല ഇഷ്ടപ്പെട്ട തൃപ്തിപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൃപ്തിപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ മരിക്കാനുള്ള തൗഫീഖും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൃപ്തിപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ ഉയർത്തെഴുന്നേൽക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ തൃപ്തിപ്പെട്ട ദാസന്മാരോടൊപ്പം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മോട് ദുആകൾ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ അല്ലാഹു അവർക്കെല്ലാം അവരുടെ ദുആകളുടെ അവരുടെ ഉദ്ദേശങ്ങൾ, ഹലാലായ ഉദ്ദേശങ്ങൾ അത് പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അവർക്കെല്ലാം അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് സാമ്പത്തികവും ശാരീരികവും കുടുംബപരവുമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ആളുകൾ അല്ലാഹു എല്ലാത്തിൽ നിന്നും അവർക്ക് സമാധാനവും ആശ്വാസവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ റബ്ബ് സുബ്ഹാനഹു തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ കുടുംബത്തോടു കൂടി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.